ഇപ്പൊ നോമ്പ് നോറ്റിട്ട് എല്ലാരും നല്ല ക്ഷീണത്തിലാക്കാരല്ലേ. എന്നാ ആ ക്ഷീണം മാറാന് ഞാൻ നിങ്ങൾക്ക് നല്ല ഒരു അറിവ് പറഞ്ഞുതരാം, കേട്ടോളി. നമ്മൾ അള്ളാനെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ അംഗീകരിച്ച് അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പാടെ മാറി നിന്ന് അള്ളാഹുവിന്റെ കൽപ്പനയുടെ വഴിയിലൂടെ നമ്മൾ നടന്നു പോയാൽ, കുടിക്കുന്ന ജലമിൽ ചേർത്തിടും കാഫൂറ, കലരാത്ത തേനൊലിക്കുന്നതാണനുഹാറ. അതെ, സമാധാനത്തോടുകൂടി നിർഭയത്വത്തോടുകൂടി നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മളോട് പറയും. ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ. അതല്ലേ നമുക്ക് വേണ്ടത്, പിന്നെന്താ വേണ്ടത്? അപ്പൊ ഇവിടെ നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടാലേ, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് കടം കൊടുത്താലേ, അത് അള്ളാഹു എത്രയോ ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു തരുന്ന അള്ള പറയണത്. അള്ളാഹുവിന്റെ റസൂല് ഒരു ദിവസം മിഅ്റാജിന്റെ യാത്ര ഇങ്ങനെ പോവാണ്. ആ സമയത്ത് വിശാലമായ സ്വർഗലോകത്തിന്റെ അരികിലെത്തിയപ്പോ സ്വർഗത്തിലെ ഏതോ ഒരു ഭാഗത്ത് നിന്ന് റസൂലുള്ളാഹിക്ക് സുഗന്ധം ഇങ്ങനെ അടിച്ചു കിട്ടിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചുത്രേ, ജിബ്രീലേ, എവിടെ നിന്നാണ് ഇത്രയും വലിയ സുഗന്ധം വരുന്നത്? അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞുത്രേ, നബിയെ, അത് ദുനിയാവില് അള്ളാഹുവിന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച മാഷിത്താ ബീവിക്ക് അള്ളാഹു കൊടുത്ത സ്വർഗത്തിന്റെ അരികിൽ നിന്ന് അടിച്ചു വീശുന്ന സൗഗന്ധികമാ നബിയെ അത് എന്ന് റസൂലുള്ളാഹിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയാം. അപ്പൊ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ത്യാഗങ്ങൾ സഹിച്ചാല് നമുക്കത് അള്ളാഹു എത്രയോ ഇരട്ടിയായിട്ട് തിരിച്ചു തരും. ഇനി ആ സ്വർഗലോകത്തിന്റെ വീടിന്റെ അവസ്ഥ എന്താ നിങ്ങൾക്കറിയോ? അതിലുള്ള മണ്ണും ചരലും ഇസ്കും ജൗഹറ, പിന്നെന്ത് പറയാനാ ഹബീബേ ഉള്ളറാ. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ത്യാഗങ്ങൾ സഹിക്കി, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നോമ്പ് നോക്കി, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നോമ്പ് തുറക്കി. അപ്പൊ നമ്മക്കും അള്ളാഹു അത് എത്രയോ ഇരട്ടിയായിട്ട് തിരിച്ചു തരും, ഈ നമ്മൾ സഹിക്കുന്ന ത്യാഗത്തിന് പകരമായിട്ട്.